ഹായ് ഫ്രണ്ട്സ്. ഇന്നിപ്പം രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ 9:30 ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഓട്ടോ അടിച്ചു. അത് തൃപ്പൂണിത്തുറയിലേക്കായിരുന്നു. ചോറ്റാനിക്കരയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് രാവിലെ നിന്ന് തിങ്കളാഴ്ച കൊണ്ട് നല്ല തിരക്കുമായിരുന്നു, നല്ല ഓട്ടമായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തേണ്ടി പോലും വന്നിട്ടില്ല. ഇപ്പം സമയം ഒരു 12 മണിയൊക്കെ ഏകദേശം. ഇപ്പോൾ 750 രൂപയായി. കിട്ടിയത് 3 ഓട്ടം ഇപ്പം മൊത്തം കിട്ടി. 4 ഓട്ടം കിട്ടി. ആദ്യത്തെ ഒരു തൃപ്പൂണിത്തുറയായിരുന്നു. രണ്ടാമത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടക്കൊച്ചിയിലേക്ക്. പിന്നെ അടുത്ത ഓട്ടം ഇടക്കൊച്ചിയിൽ നിന്ന് പെരുമ്പടപ്പായിരുന്നു പിക്കപ്പ് പോയിന്റ്. പെരുമ്പടപ്പിൽ നിന്ന് നേരെ ലക്ഷ്മി ഹോസ്പിറ്റൽ പള്ളിമുക്ക്. അപ്പോൾ അവിടുന്ന് നെക്സ്റ്റ് ഈ പൊന്നുരുന്നി വൈറ്റില സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അങ്ങോട്ടായിരുന്നു അടുത്തൊരു ഇത്. പക്ഷെ അതിലൊരു പണി കിട്ടി. അവർ കയറിയപ്പോൾ നല്ല എക്സിക്യൂട്ടീവ് നല്ല രീതിയിലൊക്കെ അവർ പെരുമാറുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് ശരിക്കും ഈ സാധനം ബുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല. എന്നിട്ട് അവർ ലക്ഷ്മി ഹോസ്പിറ്റൽ പിക്കപ്പ് പോയിന്റ് വെച്ച് ഞാൻ അവിടെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോരോ പണി കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി. അവിടെ വന്ന് അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ പിക്കപ്പ് പോയിന്റ് വന്നു, അത് പിക്കപ്പ് ചെയ്തു. അവർ നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറും. എനിക്ക് 2-3 പ്രാവശ്യം ഇപ്പം ഇങ്ങനെ അനുഭവിക്കുന്നു. കാരണം നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറും, നമ്മൾ ഇഷ്ടപ്പെട്ടു നമ്മൾ കരുതുന്ന ആൾക്കാർ നൈസായിട്ട് പോയിട്ട് നമുക്കിട്ട് പണി തരും. ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് നൈസ് പണിയായിരുന്നു. നല്ല രീതിയിൽ പെരുമാറിയിട്ട് സംസാരിച്ചിട്ട് പോയിട്ടേ തീരെ റിപ്പോർട്ടഡ് ചെയ്തിട്ട് പോയിട്ട് ഒരു പുള്ളി ഞാൻ ഉറങ്ങുവാന്ന് നല്ല രീതിയിൽ പെരുമാറി. ഹിന്ദിക്കാരനായിരുന്നു. നല്ല രീതിയിൽ കൂടി സംസാരിച്ച് നല്ല കമ്പനിയായി അവിടെ ചെന്ന് പുള്ളി കൈയൊക്കെ കാണിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പുള്ളി നൈസായിട്ട് ഞാൻ ഉറങ്ങുക. കാരണം വേറെ ഒന്നുമല്ല, പുള്ളിയുടെ പെട്ട് ഞാൻ വയറ്റിൽ ഹബ്ബ് വെച്ച് പുള്ളിയുടെ പെട്ട് ഞാൻ ചുമന്നില്ല, പെട്ടി എടുത്ത് വെച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും യൂബർ ഓടിക്കുമ്പോൾ പെട്ടി നമുക്കാനൊന്നും ഒരിടത്തും എങ്ങും പറഞ്ഞിട്ടില്ല. ഇവരുടെയൊക്കെ വിചാരം അത് മറ്റേ ഹോളിഡേയിൽ നിന്നാണ് പുള്ളിനെ പിക്കപ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ പൈസ ഉള്ളവർ കയറിക്കഴിഞ്ഞാൽ അവർ മറ്റേ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവരെ ഇങ്ങനെ താന്നു വണങ്ങണമല്ലോ. എന്നാൽ ചില സിമ്പിളായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിതിന് മുന്നേ ഇൻഫോ പാർക്കിൽ നിന്നൊരു പെങ്കൊച്ച് കയറിയിട്ട് ആ പെങ്കൊച്ചിൻ്റെ ഒരു കല്യാണം കൂടാൻ പോയത്. ആ കല്യാണം കൂടാൻ പോയിട്ട് ആ കല്യാണം കൂടുന്ന സ്ഥലത്ത് അവിടം വരെ ചെല്ലുന്നതിനിടയ്ക്ക് നല്ല കമ്പനിയായി ആ പെണ്ണ് അവസാനം ആ കല്യാണത്തിന് എന്നെ വിളിച്ച് ഞാനും ആ പെണ്ണും കൂടി കയറി സദ്യ കഴിച്ചൊരു സംഭവമാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇങ്ങനെ കുറേ നമുക്കിങ്ങനത്തെ യൂബർ ഓടിക്കുമ്പോൾ കുറേ നല്ല നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇതാണിത്. ഇവരിപ്പോൾ റിപ്പോർട്ട് അടിച്ചു. എന്നിട്ട് അവരുടെ ഓട്ടത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴാണ് എൻ്റെ റിപ്പോർട്ട് നോക്കിയപ്പോൾ അവരാണ് റിപ്പോർട്ട് അടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് ശരിക്കും ബുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല. അവരിറങ്ങിയപ്പോൾ ചോദിച്ചായിരുന്നു നമ്മളിനെ അടുത്ത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറയണോ വേണ്ടോ എന്ന് അവരെന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ ഓട്ടം കുഴപ്പമില്ലായിരുന്നു. 750 രൂപയായി. സാധാരണ 1 മണിക്കുള്ളിൽ എനിക്ക് 1000 രൂപ ആവുന്നതാണ്. എന്നാലും ഓട്ടം അടുപ്പിച്ച് കിട്ടി. ഇപ്പോൾ ഈ റിപ്പോർട്ട് അടി കിട്ടിയോണ്ടാന്ന് തോന്നുന്നു ഓട്ടം ഒന്ന് ചവിട്ടി. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ 2-3 ഓട്ടം വന്നു. 3 ഓട്ടം അവർ ക്യാൻസൽ ചെയ്തു. അവരുടെ കസ്റ്റമറായിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് അടി കിട്ടിയോണ്ട് ഇനി കുറച്ച് നേരത്തേക്കൊന്ന് ചവിട്ടുമായിരിക്കും ഓട്ടം. നല്ല പണിയായിരുന്നു എന്തായാലും. പിന്നെ 1 റേറ്റിംഗ് ഇട്ടിട്ടില്ല, 4 സ്റ്റാറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് നോക്കാം. ഓക്കെ.